ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു സ്പെഷ്യൽ ഉപ്മ ആണ്. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഉപ്മ അല്ല. നമ്മുടെ കുട്ടികൾക്ക് ഉപ്മ അത്ര ഇഷ്ടപ്പെട്ട വിഭവമല്ല അല്ലേ? പക്ഷേ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കൂ, അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഉപ്മ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് റവയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ റവ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് നേരമൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ആ റവയുടെ ഒരു റോ സ്മെല്ലുണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. അടിയിൽ കരിഞ്ഞു പോകാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണ് ജീരകം ചേർക്കാം. ഇനി ജീരകം ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ജീരകവും റവയും കൂടി നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരിക. ഈ സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീരകം ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റവ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ റവ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ റവ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഉപ്മ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇനി അതിലേക്ക് 1 സ്പൂണ് കടുകിടാണ്. നമ്മുടെ കടുക് ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ 1 ടീസ്പൂണ് ഇഞ്ചിയും 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് 1 ടീസ്പൂണ് കടലപ്പരിപ്പും 1 ടീസ്പൂണ് ഉഴുന്നും ചേർക്കാം. ഞാനിവിടെ ഇത് രണ്ടും ചേർത്തിട്ടില്ല, കാരണം എൻ്റെ മോൾക്ക് അത് കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. ഇനി ഞാൻ ഒരു ചെറിയ സവോളയുടെ ഹാഫ് പീസ് അരിഞ്ഞതാണ് ചേർക്കുന്നത്. നമുക്ക് ഒരുപാട് സവോള ഇതിന് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്തിട്ട് സവാള ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്നുകൂടെ വഴറ്റാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് ക്യാരറ്റ് അരിഞ്ഞതാണ്. വളരെ ചെറുതായിട്ടാണ് ഞാനിവിടെ ക്യാരറ്റ് അരിഞ്ഞേക്കുന്നത്. അതും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. നമ്മളിവിടെ ജസ്റ്റ് വഴറ്റില്ല കേട്ടോ ചെയ്യുന്നത്, ഒന്ന് ഫ്രൈ ആയിട്ട് വരണം, എന്നാലേ ഉപ്മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവയില്ലേ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, കാരണം ഞാൻ ചെറിയ ഗ്ലാസ് റവയാണ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 4-5 കാഷ്യൂ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുകയാണ്. കാഷ്യൂ അങ്ങനെ ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടാൽ മതി. ഇനി നമ്മൾ റവ എടുത്ത അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്ര ഡ്രൈ ആയിട്ടുള്ള ഒരു ഉപ്മ അല്ല. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലുമാണ് എടുക്കുന്നത്. അതിന് പകരം നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാലും എടുത്താൽ മതി. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് തിളപ്പിക്കുന്നത്. നമ്മുടെ പാലിവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ റവ മിക്സ് ചെയ്യുന്നത്. ഇതിലേക്ക് നേരെ നമ്മൾ ഉപ്പിടുകയാണെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റവയിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത്. പാലിവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റവ ചേർത്ത് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, വല്ലാതെ മിക്സ് ചെയ്യണമെന്നൊന്നും.
ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ 2 to 3 minutes വെച്ച് നന്നായി വറ്റിച്ചെടുക്കണം. നമ്മുടെ റവ ഇവിടെ നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് റവ അവസാനം കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റവിൽ നിന്ന് പാൻ ഇറക്കി വയ്ക്കാം. ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് ഉപ്മ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഉപ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു ഉപ്മയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിച്ചാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.